ലോട്ടറി ടിക്കറ്റിന്റെ നമ്പർ തിരുത്തി തട്ടിപ്പ്. കൊല്ലം പുനലൂരിലാണ് സംഭവം. പുനലൂർ KSRTC ബസ് സ്റ്റാൻഡിൽ ലോട്ടറി കച്ചവടം നടത്തിവന്ന തെന്മല ഡാം സ്വദേശിയായ ഗണേശനാണ് കബളിപ്പിക്കപ്പെട്ടത്. ഇന്നലെ ഉച്ചകഴിഞ്ഞ് 2:15 TB ജംഗ്ഷനിൽ ഗണേശൻ ലോട്ടറി ടിക്കറ്റ് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കെ ബുള്ളറ്റിൽ വെള്ള ഷർട്ട് ധരിച്ച ഒരാൾ എത്തി. തുടർന്ന് ഗണേശന്റെ പക്കൽ നിന്നും 40 രൂപയുടെ 3 ടിക്കറ്റ് എടുക്കുകയും 120 രൂപ നൽകുകയും ചെയ്തു. പിന്നീട് 30/9/2024 WP 839814 എന്ന നമ്പറിലുള്ള ഒരു ലോട്ടറി ടിക്കറ്റ് ഗണേശന്റെ പക്കൽ നൽകിയിട്ട് 5000 രൂപ ഇതിന് സമ്മാനം ലഭിച്ചിട്ടുണ്ടെന്ന് ബൈക്ക് യാത്രികൻ പറഞ്ഞു. ഗണേശന്റെ പക്കൽ നിന്നും 5000 രൂപ തനിക്ക് തരാൻ ബൈക്ക് യാത്രികൻ ആവശ്യപ്പെട്ടു. എന്നാൽ തൻ്റെ കൈവശം 2500 രൂപയുള്ളൂ എന്ന് ഗണേശൻ പറഞ്ഞു. സാരമില്ല, 2500 രൂപയ്ക്ക് തനിക്ക് ലോട്ടറി ടിക്കറ്റ് തരാൻ ബൈക്ക് യാത്രികൻ ഗണേശനോട് പറഞ്ഞു. പിന്നീട് ബൈക്ക് യാത്രികൻ 500 രൂപയുടെ 3 ഓണം ബമ്പറും കാരുണ്യ പ്ലസിൻ്റെ 40 രൂപ വീതമുള്ള 27 ടിക്കറ്റും ഗണേശൻ്റെ പക്കൽ നിന്നും എടുത്തു. ബാക്കി തുകയായ 2420 രൂപ ഗണേശൻ അദ്ദേഹത്തിന് നൽകി. തുടർന്ന് ഇന്നലെ വൈകുന്നേരം ഗണേശൻ ഇന്നത്തെ കച്ചവടത്തിനായുള്ള ലോട്ടറി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പുനലൂരിലുള്ള ലോട്ടറി കടയിലെത്തി. പിന്നീട് ബുള്ളറ്റിൽ വന്ന ആൾ നൽകിയ സമ്മാനമുണ്ടെന്ന് പറഞ്ഞ ലോട്ടറി ടിക്കറ്റ് മാറാനായി കടയിൽ നൽകുകയും ചെയ്തു. തുടർന്ന് ലോട്ടറി കടക്കാരൻ ലോട്ടറി ടിക്കറ്റ് സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴാണ് 833814 എന്ന ഒറിജിനൽ നമ്പർ 839814 എന്ന നമ്പറിലേക്ക് തിരുത്തിയതായി കണ്ടെത്തിയതെന്ന് ഗണേശൻ പറഞ്ഞു. അൽ-അമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. ലോട്ടറി കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് ബൈക്കിൽ എന്നെ കളിപ്പിച്ചു 3 പമ്പറെടുത്ത് 27 ടിക്കറ്റ് എടുത്ത് അവൻ പറഞ്ഞ 5000 ഗ്രേസ് ടിക്കറ്റ് ഒന്ന് പറഞ്ഞ് എന്നെ കളിപ്പിച്ചിട്ട് പോയി. കളിപ്പിച്ച് പോയത് എൻ്റെ പൈസ 2500 തിരിച്ച് മേടിച്ചു. ഞാൻ പൈസ കൊടുക്കുന്നത് ബാക്കി കൊടുക്കുന്നത് ആ ഗ്രേസ് ടിക്കറ്റ് ലിസ്റ്റ് നോക്കിയപ്പോൾ 9814 കറക്റ്റാണ് ലിസ്റ്റിലുണ്ടായിരുന്നു. കടയിൽ കൊണ്ട് കൊടുക്കുമ്പോൾ അത് ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു. പിന്നെ പോലീസിൻ്റെ ചെമ്മന്തൂർ പോലീസ് സ്റ്റേഷനിലെ കംപ്ലയിൻ്റ് ഞാൻ കൊടുത്തു, സർക്കിളിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ അത്തപ്പാടി ഒട്ടിക്കരുത് 6 രൂപ എന്നെ അവൻ കളിപ്പിച്ച് പോയി പുനലൂർ ഈ ജംഗ്ഷനിൽ. എനിക്ക് അതേ പറ്റാൻ പറഞ്ഞു. എൻ്റെ പാവപ്പെട്ടവനെ എൻ്റെ പാവപ്പെട്ടവൻ വൈറ്റിൽ നിന്ന് അടിച്ച് അവനെ രക്ഷപ്പെട്ട് ബുള്ളറ്റ് അങ്ങനെ വാങ്ങിപ്പോയി. എത്ര മണിക്കായിരുന്നു എപ്പോഴായിരുന്നു സമയം വന്നിട്ട് 2:15 ഇന്നലെ ഉച്ചയ്ക്ക് 2:15 മുതൽ 2:15 ബുള്ളറ്റ് വന്ന് ടിക്കറ്റും കൊടുത്തിട്ട് പൈസ മേടിച്ചിട്ട് പോയി. ഞാൻ പറഞ്ഞ് ഗ്രേസ് ടിക്കറ്റ് കാണുമ്പോൾ കടയിൽ കൊടുക്കുമ്പോൾ അത് ഡ്യൂപ്ലിക്കേറ്റാണ്. അത് വ്യക്തി വരച്ച് പേനയിൽ വരച്ച് വെച്ചിട്ടുണ്ട്. എല്ലായിടത്തും കൊടുക്കുമ്പോൾ ഇത് ഗ്രേസ് ഇല്ല. എൻ്റെ 5000 പോയി. ലോട്ടറി ടിക്കറ്റ് വിൽപ്പന നടത്തിയാണ് ഗണേശൻ ഉപജീവനമാർഗം നടത്തി വന്നിരുന്നത്. സംഭവത്തെ തുടർന്ന് ഗണേശൻ പുനലൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സമാനമായ രീതിയിൽ നിരവധി ലോട്ടറി ജീവനക്കാരാണ് ഇങ്ങനെ പറ്റിക്കപ്പെടുന്നത്. ഭിന്നശേഷിക്കാരും രോഗികളും ഉൾപ്പെടെ നിരവധി പാവപ്പെട്ടവരാണ് നിത്യവൃത്തിക്കായി ലോട്ടറി വ്യാപാരം നടത്തിവരുന്നത്. നിരന്തരം കബളിപ്പിക്കപ്പെടുന്ന ലോട്ടറി ജീവനക്കാരുടെ സുരക്ഷയ്ക്കായി പുനലൂർ പോലീസ് അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ട് കുറ്റക്കാരനെ പിടികൂടി അർഹിക്കുന്ന ശിക്ഷ നൽകണമെന്നാണ് ഗണേശന്റെയും ലോട്ടറി വ്യാപാരികളുടെയും ആവശ്യം. റിപ്പോർട്ടർ കണ്ണൻ, തെന്മല. പുനലൂരിന്റെ പൊൻതിളക്കം അൽ-അമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം. പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും. എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ. ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ്. അൽ-അമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. ഫോൺ 0475 291 2916 8129 69916.